അവിടെയാണ് ഞാൻ തെന്നി വീഴാൻ പോയത്. അവിടുന്ന് വീണായിരുന്നെങ്കിൽ താഴെ എത്തിയേനെ, ഞാൻ മേളിലോട്ടും. അപ്പം അവിടെ നിന്ന് തിരിച്ച് വന്നപ്പം കുറച്ച് ജാർഖണ്ഡ് ഇപ്പോൾ ഇച്ചിരി പാട് വിട്ടാൽ നമ്മൾ മേളിലെത്തി. ഫ്രണ്ടിലോട്ട് ആക്കുന്ന പാടെ ഫുള്ള് വെള്ളം തൂവാല അടച്ച് മൊത്തം പോതേ. നമുക്ക് എന്ത് രസമുണ്ടല്ലേ. ഈ യാത്രയുടെ ക്രീം പോയിൻ്റാണിത്, ഈ ട്രെക്കിങ്ങിൻ്റെ. ഇതാണ് ആ വാട്ടർഫോള്. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒഴുകി താഴോട്ട് പോകും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ഒഴുകി വരുന്ന ഇത് തന്നെയാണ്. നല്ല അസഹനീയമായ തണുപ്പ്. ഈ തണുപ്പത്ത് ഞാനാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ മണാലി സ്റ്റൈല് ഒരു ക്യാപ്പും വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു സീനാണിത്. ഇത്രയും നടന്നു വന്നതിന്, ശ്വാസം പിടിച്ച് വന്നതിന് ഗുണമുണ്ടായി. അപ്പോൾ അത്ര മനോഹരമായിട്ടുണ്ടിത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇപ്പം എനിക്കൊരാഗ്രഹം ആ താഴെ അവിടെ പോകണമെന്ന്. അപ്പോൾ ഇതിലേക്കൂടി ഈ സൈഡിൽ കൂടി നടന്ന്, ഇതിലേക്കൂടി വഴിയില്ല, അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ വഴി വന്ന് ഇവിടെ വരാനായിട്ടാണ് പ്ലാൻ. നോക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാട്ടർഫോളിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ആക്ച്വലി ആ വാട്ടർഫോളിൻ്റെ ബാക്കിൽ പോകാൻ പറ്റും കേട്ടോ, നടന്നതിൻ്റെ പുറകെ പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം അവിടെ പോവാം. അങ്ങനെ ഞാൻ ഒരുവിധം കഷ്ടപ്പെട്ട് താഴെ എത്തിയപ്പോൾ നല്ല രസമുണ്ട്. എൻ്റെ കാല് കണ്ട് നനഞ്ഞു. ഐസ് വാട്ടർ ഒന്നും പറഞ്ഞാൽ പോയി, ഐസിന് മേളിൽ എന്തുള്ള വാട്ടറാണിത്. തണുത്ത് എൻ്റെ കാല് വേന എടുക്കുന്നു, തണുപ്പ് കാരണം അത്ര ഇതുണ്ട്. പക്ഷെ ഞാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ആ എന്താ പറയുക ബ്ലഡ് ഫ്ലോയിലൂടെ അത് നോർമൽ ആയിക്കോളും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എൻ്റെ ആഗ്രഹം ആ വാട്ടർഫോളിൻ്റെ ബാക്കിൽ പോകണം എന്നാണ്. ഇതുവരെ ഇത്തിരി പാടാ, എന്നാലും ഞാൻ അതിൻ്റെ ബാക്കിൽ പോവും. പോയിട്ട് ഇച്ചിരി അവിടെ നിന്ന് വൈബ് പിടിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലേക്ക് പോവാം.
അപ്പോൾ ഇച്ചിരി പാട് വിട്ടാലും നമ്മൾ മേളിലെത്തി. ഫ്രണ്ടിലോട്ട് ആക്കുന്ന പാടെ ഫുള്ള് വെള്ളം തൂവാല ഇറച്ച് മൊത്തം പോകുന്നത്. നമുക്ക് എന്ത് രസമുണ്ടല്ലേ, അടിപൊളി അടിപൊളി ഫീലാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കൈയെല്ലാം വരയിച്ചിരിക്കുക തണുപ്പ് കാരണം. അത്രയ്ക്ക് തണുപ്പുണ്ട്. അതേ ആ പുറകിൽ കാണുന്നത് ഐസിയുടെ മലയാണ്. അടിപൊളി ഒരു ഫീലാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും താഴേക്ക് ഇറങ്ങാം. ഞാൻ എന്തായാലും ആ വഴിയാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നത് ഈ ഒരു വഴിയാണ്. ഈ വഴി എന്താ പറയുക, സ്റ്റെപ്പൊന്നും ഇല്ല, അല്ലാതെ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി പോവാം. ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് 2 പെൺകുട്ടികൾ മേലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ കയറി കണ്ട്, പക്ഷെ ഇപ്പോൾ 2 വട്ടം സ്കിഡായി താഴോട്ട് പോയി. ഞാൻ ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടാണ് കയറിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവഴി തന്നെ പോവാം. പോയിട്ട് അതിലേക്കൂടി കയറി അതിലേക്കൂടി താഴോട്ട് പോവാം. അപ്പോൾ അവിടെ എത്തിയിട്ട്, അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പ് എത്തി നമുക്ക് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഇതിലേക്ക് നടന്ന് ഫ്രണ്ടിലെത്തി പാടെ ആ കാണുന്ന ഫുള്ള് മലയാളീസാണ്. അതിൽ ഒരു ടീം തൃശ്ശൂരിൽ നിന്ന് വന്ന 6 പേര്, മറ്റേ 14 പേര് മലപ്പുറത്തൊരു കോളേജ്, ഐഡിയൽ കോളേജ് എന്ന് മറ്റോ പേര്, അവിടെ നിന്ന് വന്നതാണ്. അതിലൊരു കൊല്ലംകാരുണ്ടായിരുന്നു, ജസ്റ്റ് പരിചയപ്പെട്ടു, പേരൊന്നും ചോദിച്ചില്ല. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു അടിപൊളി ഒരു വാട്ടർഫോൾ ഉണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് പോവുകയാണ്. ഇതുവഴി നമ്മൾ വന്നത്, ആ ആൾക്കാർ ഒരു നടുവഴിയാണ് വന്നത്. നമ്മൾ തിരിച്ച് ഇതുവഴി താഴേക്കൂടി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നടന്ന് താഴോട്ട് വന്നു. ഇനിയിപ്പോൾ അവിടെ ഫുള്ള് തിരിച്ചു പോകാനായിട്ട് ഇഷ്ടംപോലെ വാലീസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുവഴി പോകാമെന്ന്. ഇതുവഴി അങ്ങനെ ആരും അധികം ആൾക്കാരും പോകുന്നു തരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി തന്നെ പോവാം. ഫുൾ ട്രെക്കിങ്ങിനെ കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കയറി വരുന്ന ആ ഒരു റൂട്ട് കണ്ടല്ലോ നിങ്ങൾ, അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ സ്റ്റെപ്സ് ഇല്ല, അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ടിറങ്ങാം. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതുവരെ വന്നാൽ എന്തായാലും നന്നായി, കാരണം അവിടെ നിന്ന് എനിക്ക് കിട്ടിയതിനെക്കാട്ടി നല്ലൊരു വ്യൂ ഇവിടെ നിന്നുണ്ട്. ഞാനിപ്പോൾ കുറേ കൂവി തൊണ്ട പോയി, അതിനുശേഷം ഇത് വ്ലോഗ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് അവിടെ കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇത് അവിടെ താഴോട്ട് പോയി അവിടെ കിടന്നിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. പോകുന്ന വഴിക്കുള്ള മനോഹരമായ ഇടിയാണൊക്കെയുള്ള മനോഹര സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതെ, അവിടെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു ഗ്ലിംസ് ഉണ്ട്. ഓക്കെ, സൂപ്പറാണ് കേട്ടോ. മിസ് ചെയ്ത് ഇവിടെയൊക്കെ വല്ലപ്പോഴൊക്കെ വരണം. അവിടെ താഴെ ഒരു ഹെലിപ്പാഡ് കാണാം. ഇവിടെ നോക്കിയാൽ അതിന് ശേഷം ബാസ്കറ്റ്ബോൾ കോർട്ടാണ്, പിന്നെ മനസ്സിലായി ഹെലിപ്പാഡാണ്. കാരണം 4 ഹെലികോപ്റ്റർ ഒരേ സമയത്ത് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ നദിയാണ് കാണുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറയാൻ കാരണം അവിടുത്തെ സൈഡിലത്തെ റോഡൊക്കെ പകുതിയും പോയിരിക്കുക. രാത്രി പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്, അറിയാത്തവർ പോയി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് താഴോട്ടേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ താഴേക്ക് പോകാം. ഇച്ചിരി റിസ്ക്കിയാണ്, കാരണം അപ്പോൾ ഇതൊക്കെ മനോഹരമാണ് എല്ലാം ഓക്കെ, പക്ഷേ ഈ ഫ്രണ്ടിൽ കാണുന്നത് അഗാധമായൊരു കൊക്കയാണ്. ഇത് താഴത്ത് നോക്ക്, നമ്മുടെ വണ്ടി ഇട്ടേക്കുന്ന ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് തുടങ്ങി ചാടിയാൽ മതി, സ്കാഡ് ജമ്പ് ചെയ്യുക. പക്ഷേ എങ്ങാനും തമാശയല്ല, സ്കിഡായിട്ട് ഇവിടുന്ന് കാണാൻ സ്കിഡായിട്ട് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇങ്ങോട്ട് വരുന്നവരൊക്കെ വരാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും താഴോട്ട് പോകാം. ഇവിടുത്തെ വ്യൂ ഈ ഒരു വ്യൂ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വഴിയാണ് നടന്ന് പോകുന്നത്. അപ്പോൾ താഴെ വണ്ടിയിൽ അടച്ചിട്ട് നമുക്ക് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. ഞാനിപ്പോൾ പാട്ടും കേട്ട് താഴേക്ക് നടന്നു പോവുക. എൻ്റെ സ്പീക്കറിൻ്റെ ചാർജ് തന്നു, അപ്പം ഹെഡ്ഫോൺ വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ട് താഴോട്ട് പോവാം.
ഞാൻ പെട്ടു ഗായ്സ്, വഴിയില്ല. ഇവിടെ എങ്ങനെയൊക്കെയോ വലിഞ്ഞിറങ്ങി ഇവിടം വരെ എത്തി. ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും വഴിയില്ല. പക്ഷെ നേരത്തെ ഒന്നവരൊക്കെ എങ്ങനെ പോയോ എന്തോ. എന്തായാലും നമുക്ക് എത്തേണ്ടത് അവിടെ ആയിട്ടാ. നേരത്തെ വന്നവരൊക്കെ പോയ വഴി അതാ. അപ്പോൾ ഇതുവഴി വഴിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് വേറെ വഴി കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ എന്താ വന്ന വഴി തന്നെ അത്രയും ദൂരം കയറിപ്പോയി. ഇപ്പോൾ സമയം 5:30 ആയി, രാത്രിയാവാറായി. ഇവിടെ ഇരുട്ടായി. അപ്പം എന്തോ ചെയ്യണമെന്നറിയില്ല. ചെയ്യണമെന്നറിയത്തില്ല, എന്തായാലും എത്തും. ഭൂമി ഉണ്ടല്ലേ, അപ്പോൾ നമ്മൾ എത്താതിരിക്കത്തില്ല. നമ്മളെന്തായാലും നമ്മുടെ കൂടെ നടന്നു പോയവരൊക്കെ താഴെ എത്തി. എനിക്കിവിടെ നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് പോവാം. തിരിച്ചു കയറാൻ ശ്രമം നടത്തി, പക്ഷെ ഭയങ്കര ചെളി. ഞാൻ ഇങ്ങോട്ടേക്ക് പാറയിലൊക്കെ പിടിച്ചിറങ്ങിയത്, കാല് മൊത്തം. ഇതിപ്പം രസത്ത് നനഞ്ഞിരിക്കുന്നത് അവിടെ വെള്ളത്തിനടി കൂടി കിടന്നതാണ്. അപ്പോൾ ഫുള്ള് ചെളി. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്നത് ഇങ്ങോട്ട് താഴോട്ടൊരു വഴിയുണ്ട്. ആരും ഇല്ല. ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കണ്ടല്ലേ, കാട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലേ കൂടി ഞാൻ താഴോട്ട് പോവാം. താഴെ ചെന്നിട്ട് താഴെ എങ്ങനെയും എത്തണം, എത്തിയല്ലേ പറ്റൂ. അപ്പോൾ താഴോട്ട് പോവുക. ഇവിടെ മുള്ളുവേലിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെ താഴെത്തുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പോകുന്ന റോഡ് വെച്ചിട്ട് നമ്മൾ തുടങ്ങിയെടുത്ത് എന്തായാലും എത്താൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പം വേറെ ഏതോ എങ്ങോട്ടോ പോവുക. ഇപ്പോൾ സമയം 5:30 ആയി, ഇവിടെ ഇരുട്ടായി തുടങ്ങി. എവിടെയെങ്കിലും ഇവിടെ എങ്ങനെയാലും താഴെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ മേലോട്ട് കയറുവാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ചാലും വരാമല്ലോ. അപ്പോൾ ഇത് ശരിയല്ലല്ലോ, ഇതുവരെ പോയി കഴിഞ്ഞാൽ ഞാൻ പെടും. കാരണം മേളിലോട്ട് പോവുക, വഴിയില്ല. അപ്പം തിരിച്ചു പോവാം. ഇച്ചിരി ചെളിയാണെങ്കിലും കുഴപ്പമില്ല, ചെളി മൊത്തം നേത്താവുന്നില്ലേ ഉള്ളൂ. തെന്നിയും ചെയ്യുന്നുണ്ട്, അതൊരു പ്രശ്നം. എന്നാലും പാറയെ പിടിച്ച് അള്ളി പിടിച്ചങ്ങ് കയറാം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ പെട്ടുള്ളൂ. ഇപ്പോൾ കുറേ പേര് പെട്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് പറയില്ലേ, ദൈവം ആരിലൊക്കെ കൂട്ടിനിടും. ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇതായതാ. അപ്പം പുള്ളിയെ കണ്ടിട്ട് ഇവരെ കണ്ടു. ഇവരെല്ലാം രാജസ്ഥാനാണ്. നെയ് ഇതാണ് ചെളിയാണ്. ഭയ്യ ആകെ രാസ്ത നെയ് ഹൈ. ഇതാണ് ഞാൻ പറഞ്ഞ ചെളി. ഞാൻ എൻ്റെ കാലം മൊത്തം ചെളിയായിട്ടുണ്ട്. നോക്കട്ടെ. अरे यहाँ पे हैं 4-5 लोग. देख ले सब. मैं मेरे हाथ पकड़. हाँ चलो. हाँ है. ഞാൻ ചെളിക്കൂടിയൊക്കെ ചവിട്ടി കയറുകയാണ്. കല്ലും മുള്ളും കാലിക്കുമെത്തി. हाँ भैया, उधर से रास्ता है. हाँ उधर से वही सही रास्ता है. മനസ്സിലായി എനിക്ക്. ഞാൻ പാൻ്റൊന്ന് ശരിയാക്കട്ടെ, ചെരുപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ ചെളി നിറഞ്ഞ റോഡിൽ കൂടി വന്നു. കാല് ഫുള്ള് ചെളിയാണ്, ചെരുപ്പ് കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവരിറങ്ങുന്നുണ്ടല്ലേ, അത്ര റിസ്ക്കിയാണ്. നമുക്ക് അവരുടെ കൂടെ ഇറങ്ങാം. അപ്പം ഞാൻ ഫോൺ പോക്കറ്റ് വെക്കുക, കാരണം റിസ്ക്കാണ്. അപ്പം നടന്ന് ഇവിടെ എത്തിയപ്പം കുറച്ച് മലയാളി ടീംസും ഉണ്ട്. വഴി തെറ്റി താഴെ പോകണ്ടായിരുന്നു. ഇപ്പം നേരത്തെ കണ്ട പയ്യന്മാർ താഴെ എത്തി. ഞാൻ പിന്നെ ഇവർ മലയാളീസാണ്ട് അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് പയ്യെ ഇറങ്ങുക. ഇപ്പം കൂടെ ആളുണ്ടല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇച്ചിരി റിസ്ക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും താഴെ വണ്ടി എടുത്ത് എന്നിട്ട് നമുക്ക് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കുറച്ചുകൂടി താഴെ എത്തി. ഇത് ആ മേളിൽ ഇരിക്കുന്നുണ്ട് ഒരു കപ്പിൾസ്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്നേ. അപ്പോൾ ഇത്രയും സ്റ്റീപ്പ് ഇൻക്ലൈനാണ്. ഇപ്പോൾ ഇവർ ഇറങ്ങുന്ന കണ്ടില്ലേ, ഇത്രയും സ്റ്റീപ്പ് ഇൻക്ലൈനാണ്. അപ്പോൾ ഇടയ്ക്കൊരു സ്ഥലം കിട്ടുമ്പോൾ ഞാൻ വ്ലോഗ് കണ്ടിന്യൂ ചെയ്തതാണ്. ഇത്രയും മനോഹരമായ വ്യൂ ഉണ്ട് കേട്ടോ. ഇത്ര ഡേഞ്ചർ ഉണ്ടെങ്കിലും നല്ല രസമുണ്ട് സ്ഥലം കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങുക. അങ്ങനെ കുറച്ചുകൂടി താഴെ എത്തി. ഇനിയും ഈ കാണുന്ന വഴി താഴോട്ട് പോകണം. അപ്പോൾ ഇത് അരവിന്ദേട്ടനാ, തൃശ്ശൂരുകാരൻ.
അരവിന്ദനെ ഇവിടെ വെച്ച് കണ്ടേ. അപ്പോൾ അവരുണ്ടായതുകൊണ്ട് എനിക്കൊരു കൂട്ടായി. സത്യം പറഞ്ഞാൽ ആ കാണുന്ന പാറയില്ലേ അവിടെയാണ് ഞാൻ തെന്നി വീഴാൻ പോയത്. അവിടുന്ന് വീണായിരുന്നെങ്കിൽ താഴെ എത്തിയേനെ, ഞാൻ മേളോട്ടും. അപ്പം അവിടെ നിന്ന് തിരിച്ച് വന്നപ്പം കുറച്ച് ജാർഖണ്ഡ് ആൾക്കാരെ കിട്ടി, മീൻസ് അവിടെ നിന്നുള്ള പയ്യന്മാരെ കിട്ടി, പിന്നെ രാജസ്ഥാനിലുള്ള 2 പയ്യന്മാരെ കിട്ടി. അവരുമായിട്ട് മേലോട്ട് വന്നപ്പോഴാണ് ഈ ടീം വന്നത്, മലയാളി ടീം. അവർക്ക് ഗൈഡ് ഉണ്ട്. അപ്പോൾ ഇത് വഴിതെറ്റാതെ അവരുടെ കൂടെ ഞാനും കൂടി. കാരണം ഇപ്പോൾ ഇരുട്ടായി, ഇനി വഴി തെറ്റിക്കഴിഞ്ഞാൽ റിസ്ക്കാണ്, എവിടെയെങ്കിലൊക്കെ പോയി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരെ ഇവരോട് ഇഞ്ഞ് കൂടി. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ വണ്ടിയുടെ അങ്ങോട്ട് പോകാം. വണ്ടി അടച്ചു നിന്നിട്ട് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ 2 വട്ടം പറയുന്നത് അറിയാം, പക്ഷേ എന്നാൽ ഈ ഒരു സ്ഥലത്ത് ജസ്റ്റ് കാണിച്ചു മാത്രം. അങ്ങനെ അടിപൊളി ഒരു ട്രക്കിങ്ങിന് ശേഷം റൂമിൽ എത്തിയ വരെ പാൻറ്റ് ഊരി അവിടെ ഇട്ട്. കാരണം പാൻറ്റ് ഫുള്ള് നനഞ്ഞിരിക്കുക വെള്ളത്തിലൊക്കെ, ആ തൂവാലടിച്ച് കയറിയിട്ടും പിന്നെ നടന്നു വന്നപ്പോഴൊക്കെ. അങ്ങനെ റൂമിലെത്തി. 1.5 യാത്രയായിരുന്നു, 1 ട്രക്കിംഗ് ആയിരുന്നു. സത്യം പറയുന്നത് രാവിലെ ഒരു 2 ബ്രെഡ് സാൻഡ്വിച്ച് മാത്രമേ കഴിച്ചുള്ളൂ, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.